Good morning. Physics ആണ് നമ്മൾ നോക്കുന്നത്. ഇമ്പൾസ് നമ്മൾ ഇമ്പൾസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? പേജ് നമ്പർ 53 ഓക്കെ നമുക്ക് ചെയ്തായിരുന്നു. നമ്മൾ സെക്കൻഡ് ലോ വരെ കണ്ടു. നമ്മൾ ഇമ്പൾസ് പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നത് ഒരു വലിയ ഫോഴ്സ് കുറച്ച് നേരത്തേക്ക് ആക്ട് ചെയ്യുന്നതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. എ വെരി large force acting for a short period of time. Okay, impulsive force is a very large force acting for a very short time. That's impulsive force. Very force acting means കുറച്ച് നേരത്തേക്ക് മാത്രമേ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ പറയാന്നുണ്ടെങ്കിൽ കരാട്ടെ മാസ്റ്റേഴ്സ് ഒക്കെ ഈ ഇഷ്ടികൊക്കെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? കൈ വെച്ചിട്ട് ഒറ്റയടിക്ക് ബ്രേക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ? അതൊരു ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. ഒരു വലിയ ഫോഴ്സ് ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ കൊടുക്കുന്നു അല്ലേ? അപ്പോൾ അതൊരു ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ദ ടൈം. ഓക്കെ, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ടൈമിൻ്റെയും ഫോഴ്സിൻ്റെയും പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം ഇമ്പൾസിനെ? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈം. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഓക്കെ, ഫോഴ്സും ടൈം. ഒരു വലിയ ഫോഴ്സ് ഒരു ചെറിയ നേരത്തേക്ക് ആക്ട് ചെയ്യണം. അതുകൊണ്ട് ഇമ്പൾസിന്റെ ഫോഴ്സും ഒരു ടൈമും വരും. ഇമ്പൾസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ അറിയാം? ന്യൂട്ടനാണെന്ന് അറിയാം. ടൈമിന്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാം? സെക്കൻഡാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. ഓക്കെ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, ഇമ്പൾസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് വരും. ഇനി നമ്മളിതിൻ്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പാൻഷൻ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയാം? സെക്കൻഡ് ലോ അനുസരിച്ച് ന്യൂട്ടൺ സെക്കൻഡ് ലോ, അക്കോർഡിംഗ് ടു ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ. ഓക്കെ, ന്യൂട്ടൻ്റെ രണ്ടാം നിയമം അനുസരിച്ച് എഫ് എന്താണെന്ന് പറഞ്ഞു? എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. സെയിം ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എഫ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇങ്ങനെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇവിടെ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഇമ്പൾസ് ആണ് പഠിച്ചത്. ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് അല്ലേ? ഇമ്പൾസ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ടി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇവിടെ ഈ എഫിന് പകരം നമ്മൾ ഇത് ചെയ്തു. കാരണം എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ഈ എഫിന് പകരം എന്ത് ചെയ്തു? ഈ എഫിന് പകരം എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ചെയ്തു. കാരണം എന്താ? ഫോഴ്സ് അല്ലേ എഫ്. മറ്റേ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സ് എന്ന് പറയുന്നത് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണെന്നറിയാം. അപ്പോൾ നമ്മൾ ഈ എഫിന് പകരം ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ എന്തോരം? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഇൻറ്റു ടി. ഈ ടി എങ്ങനെയാണ്? ഈ ടി കേട്ടോ. എഫിന് പകരം നമ്മൾ എന്ത് എഴുതി? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എഴുതി ഇൻറ്റു ടി. ഓക്കെ, എഫിന് നമ്മൾ സെക്കൻഡ് ലോയിൽ അത് അപ്ലൈ ചെയ്തു. ഇപ്പോൾ നോക്കിയേ, ഈ ടിയും ക്യാൻസൽ ചെയ്തു അല്ലേ? ആ ടിയും ആൻറ്റിയും ക്യാൻസൽ ചെയ്ത് ബാക്കി എന്തുണ്ട്? എം ഇൻറ്റു വി മൈനസ് യു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമുക്ക് എങ്ങനെ എഴുതാം? എം വി മൈനസ് എം യു. ഓക്കെ, എം വി മൈനസ് എം യു നമുക്ക് എഴുതാം. ഈ എം വി മൈനസ് എം യു നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് അല്ലേ? അതിന് ക്ലാസ്സിൽ നമ്മൾ ചേഞ്ച് ഇൻ മൊമെന്റ് ഒക്കെ കണ്ടുപിടിച്ചു അല്ലേ? എം വി മൈനസ് എം യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നതും ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഓക്കെ, ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. കഴിഞ്ഞ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ചേഞ്ച് ഇൻ മൊമെന്റ് കണ്ടുപിടിച്ചിരുന്നു. അത് തന്നെയാണ് എന്ത്? ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്ത്? എം വി മൈനസ് എം യു എന്ന് കിട്ടി. ദിസ് ഈസ് നോൺ ആസ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് പറയും നമ്മൾ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വന്നതെന്ന് അങ്ങനെ പറയാം. ഇമ്പൾസ് ആണ് പഠിച്ചത്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഫോഴ്സ് ചെറിയ നേരത്തേക്ക് കുറച്ച് നേരത്തേക്ക് അനുഭവപ്പെടുന്ന വലിയ ഫോഴ്സിനെയാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് എന്ന് പറയുന്നത് ബലം ഇൻറ്റു സമയം, ഫോഴ്സ് ഇൻറ്റു ടൈം. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് നമ്മൾ ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു? ബലം എന്താണെന്ന് പഠിച്ചു? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണെന്ന് പഠിച്ചു. ഓക്കെ, എം മാസ്, വി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, ടി എന്ന് പറയുന്നത് ടൈം. നമ്മൾ പഠിച്ചതാണ്. നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഈ എഫിന്, ഈ ഇമ്പൾസ് എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ടി അല്ലേ? ഈ എഫിന് പകരം ഈ എഫിൻ്റെ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എഫിന് പകരം എന്ത് തോന്നുന്നു? എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ആണ് ഇൻറ്റു ടി. ടി ക്യാൻസൽ ചെയ്യുമ്പോൾ m into v minus u
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു mv മൈനസ് mv എന്ന് പറഞ്ഞു. ഇതെന്താണ്? ഇതാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഓക്കെ, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. Impulse momentum principle. What is how will be the ratio between the force and time when change in momentum, same change in momentum occurs or in change of momentum is constant? Okay, എന്നുവെച്ചാൽ മൊമെന്റത്തിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. സെയിം ചേഞ്ച് തന്നെയാണ് എപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ അതിന് ചേഞ്ച് ഓഫ് മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സും ടൈമും തമ്മിലുള്ള റേഷ്യോയിൽ എങ്ങനെ വരുന്നതാണ് ചോദ്യം. ഓക്കെ, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം, നമുക്ക് ചേഞ്ച് ഇൻ മൊമെന്റ് ആണെന്ന് അറിയാം. ഓക്കെ, ഇമ്പൾസ് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്, അതും ചേഞ്ച് ഇൻ മൊമെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ടൈം ഒരു കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ എന്ത് വരും? സ്റ്റേറ്റ് കാണിച്ചു തരാം. ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം അല്ലേ? ചേഞ്ച് ഇൻ മൊമെന്റം. മൊമെന്റം, ചേഞ്ച് ഇൻ മൊമെന്റം. എന്താണ് ഇമ്പൾസ് എന്ന് പറയുന്നത്? എന്താണ് ഇമ്പൾസ് എന്ന് പറയുന്നത്? ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് അല്ലേ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം എഴുതി. ഫോഴ്സ് ഇൻറ്റു ടൈം എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം. അല്ലേ? നമ്മളെന്താ പറയുന്നത്? ചേഞ്ച് ഇൻ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ടൈം, ഇതൊരു ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ഇൻ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആവാണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ചേഞ്ച് ഇൻ മൊമെന്റം നോക്കുമ്പോൾ എല്ലാവർക്കും സെയിം ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആവാണെന്നുണ്ടെങ്കിൽ ഈ ഫോഴ്സും ടൈമും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കും, റേഷ്യോ എങ്ങനെയായിരിക്കും ചോദ്യം. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫോഴ്സ് ഇൻറ്റു ടൈം ഇങ്ങനെ ഇതൊന്ന് ചെയ്യാം. F is inversely proportional to 1/t എഴുതും. ഓക്കെ, ഫോഴ്സും ടൈമും ഈ ഇമ്പൾസ് ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സും ടൈമിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് അവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോഴ്സ് കൂടുമ്പോൾ ടൈം കുറയും, ടൈം കുറയുമ്പോൾ ഫോഴ്സ് കൂടും. അങ്ങനെ റിലേഷനാണ്. ഡയറക്റ്റ് റിലേഷൻ അല്ല, ഇൻവേഴ്സ്ലി റിലേഷൻ, ഒന്നിനൊന്നുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലേഷനാണ്. ടൈം കൂടുമ്പോൾ ഫോഴ്സ് കുറയും, ആ റിലേഷനാണ് വന്നത്. ടൈം കൂടുമ്പോൾ എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൂടാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് എന്ത് സംഭവിക്കും? ഫോഴ്സ് കുറയും. അങ്ങനെ എന്താണ്? എപ്പോഴാണ്? ചേഞ്ച് ഇൻ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ടൈമും ഫോഴ്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൂടുമ്പോൾ ഫോഴ്സ് കുറയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ബോക്സിൽ ഏതാണ് തന്നെ? When change of momentum is a constant, the force acting on a body will be inversely proportional to the time taken. ഫോഴ്സും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ 1/t ഇങ്ങനെയാണെങ്കിൽ എന്താ പറയുക? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ എന്താ സംഭവിക്കുക? ടൈം കൂടുമ്പോൾ ഫോഴ്സ് കൂടും. അങ്ങനെ ഒരു റിലേഷനാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എപ്പോഴും എന്ത് വേണം? ഒരു 1/. ഓക്കെ, ഇപ്പോൾ എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സമയം കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അങ്ങനെ ഒരു ബന്ധമായിട്ട് വരും കേട്ടോ. അത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/t എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എപ്പോഴാണ്? ചേഞ്ച് ഇൻ മൊമെന്റ് എം വി മൈനസ് എം വ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തും സെയിം ആയിട്ട് കിട്ടാണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ മൊമെന്റ് ഒരു കോൺസ്റ്റന്റ് ആവാണെന്നുണ്ടെങ്കിൽ ഫോഴ്സും ടൈമും തമ്മിലുള്ള റേഷ്യോ ഉണ്ട്, റിലേഷൻ ഉണ്ട്. അതെന്താണ്? ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/t. ഫോഴ്സ് കൂടുമ്പോൾ അല്ല, ടൈം കൂടുമ്പോൾ ഫോഴ്സ് കുറയും. അങ്ങനെ റിലേഷനാണ് ഇവിടെ നമ്മൾ കിട്ടിയത്. എപ്പോഴാണ് മാത്രം? ചേഞ്ച് ഇൻ മൊമെന്റ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ മാത്രം. ഓക്കെ, നമുക്ക് താഴ്ത്താതിരിക്കുന്ന സിറ്റുവേഷൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കും. At the time of catching a cricket ball, the time of catching is extended by moving the hand backward with the ball. ഓക്കെ, എന്താണ്? നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ശ്രദ്ധിക്കുക. ക്യാച്ച് പിടിച്ച് കഴിയുമ്പോൾ ഒരു ബോളിൻ്റെ എന്താണ് പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോൾ കൈ താഴത്തേക്ക് കൊണ്ടുവരും. എന്തിനാണ്? സമയം കൂട്ടാൻ വേണ്ടിയിട്ട്. സമയം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫോഴ്സ് കുറയും അല്ലേ? അപ്പോൾ ഫോഴ്സ് കുറഞ്ഞ് നമ്മൾ ഒരു നല്ല ശക്തിയിൽ അടിക്കുന്ന പന്താണ് അല്ലേ? ബാറ്റ്സ്മാൻ നല്ല ശക്തിയിൽ അടിക്കുന്ന പന്ത് നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ആ ബോളിലുള്ള പ്രഷറിൽ ഫോഴ്സ് മൊത്തം നമ്മുടെ കയ്യിലേക്ക് വരും.
അല്ലേ? ക്രിക്കറ്റ് ബോളൊക്കെ നല്ല ആ ഫോഴ്സിൽ നല്ല വേദന എടുക്കും കയ്യിൽ. അപ്പോൾ ആ ബോളിൻ്റെ എഫക്റ്റ് കയ്യിൽ കുറയ്ക്കാൻ വേണ്ടി ഈ ബോൾ പിടിച്ച ഉടനെ തന്നെ ഈ ബാറ്റ്സ്മാൻ ഈ പിടിച്ച ആൾ കൈ താഴ്ത്തിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൈ താഴ്ത്തിക്കൊണ്ടിരുമ്പോൾ എന്താ സംഭവിക്കുക? സമയം കൂടുമ്പോൾ ഈ ബോളിലുള്ള ഫോഴ്സ് കുറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈമേ അധികം പരിക്കൊന്നും നമുക്ക് വെച്ചിട്ട്. ഓക്കെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർ ക്യാച്ച് പിടിച്ച് കഴിയുമ്പോൾ കൈ ഇങ്ങനെ താഴത്തേക്ക് പോകുന്നത് കാണാൻ പറ്റും. എന്തിനാണ്? സമയം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ബോൾ പിടിച്ച് കഴിഞ്ഞാൽ സമയം കൂട്ടി കഴിഞ്ഞാൽ ആ ബോളിനുള്ള ഫോഴ്സ് കുറയും. അപ്പോൾ നമ്മുടെ കൈക്ക് അധികം പരിക്കൊന്നും പറ്റില്ല. അല്ലാണ്ട് നമ്മൾ തടുത്ത് പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ സംഭവിക്കും, നമ്മുടെ കൈക്ക് നല്ല പണി കിട്ടും. എന്താണ്? ഡ്യൂറിങ് എ പോൾ വാൾട്ട് ജമ്പ് ദി ഇമ്പാക്ട് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഫോളിംഗ് ഓൺ എ ഫോം. എന്താണ്? നമ്മൾ പോൾ വാൾട്ട് ജമ്പ് എന്ന് കണ്ടിട്ടുണ്ട് അല്ലേ? ഒരു കോൽമ കുത്തി ചാടുന്ന സംഭവം കണ്ടിട്ടുണ്ട്. അത് അവർ ആ കോൽമ കുത്തി ചാടി കഴിഞ്ഞിട്ട് അയാൾ വീഴുന്നത് എവിടേക്കാണ്? വെറുതെ മണ്ണിലേക്കാണ് വീഴുന്നത്? അല്ല, അവിടെ ഒരു ബെഡിലേക്കാണ് വീഴുന്നത് അല്ലേ? അപ്പോൾ എന്തിനാണ്? അതും ഒരു എന്താണ്? ഈ സമയം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. സമയം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുക, ആ ഒരു ഫോഴ്സ്, അയാൾ നല്ല ഫോഴ്സിലായിരിക്കും വീണേ അല്ലേ? അപ്പോൾ അയാൾ വീഴുമ്പോൾ വെറുതെ നിലത്തേക്ക് വീണെന്നുണ്ടെങ്കിൽ ഒടിയാൻ സാധ്യതയുണ്ട്, കൈ കാലം ഒടിയാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ഒരു പക്ഷേ ബെഡിലേക്ക് വീണെന്നുണ്ടെങ്കിലോ അയാൾക്കൊന്നും പറ്റില്ല. അപ്പോൾ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പോൾ വാൾട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ബെഡിലേക്ക് ആൾക്കാർ വീഴുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് ഹേ ഓഫ് സ്പോഞ്ചസ് ആർ യൂസ്ഡ് വൈൽ പാക്കിംഗ് ഗ്ലാസ് വെയർ. ഇപ്പോൾ ചില്ലിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ കുറേ ഡിസ്റ്റൻസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ഈ പാത്രങ്ങളുടെ എല്ലൊക്കെ വൈക്കോൽ ഇരിക്കുന്നത് കാണാൻ പറ്റും അല്ലേ? വൈക്കോൽ അല്ലെങ്കിൽ സ്പോഞ്ചിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ ഗ്ലാസിൻ്റെ ഇടയിൽ ഓരോ പീസിൻ്റെ ഇടയിലും വെക്കും. എന്തിനാണ് വെക്കുന്നത്? ഈ ഗ്ലാസുകൾ തമ്മിൽ കൂട്ടി ഇടിച്ച് എന്ത് ചെയ്യാണ്ടിരിക്കാൻ, ബ്രേക്ക് ചെയ്യാണ്ടിരിക്കാൻ അല്ലേ? എന്താണ്? ഈ അടുത്തടുത്ത് വെച്ച് സംഭവിക്കും, പെട്ടെന്ന് തന്നെ രണ്ടിനും കൂട്ടിയിടിക്കും അല്ലേ? ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ട അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ കുറച്ച് വൈക്കോലോ അല്ല സ്പോഞ്ചോ കുത്തി ഇറക്കുമ്പോൾ സംഭവിക്കും, ഇവർ തമ്മിൽ കൂട്ടിയിടിക്കാൻ പറ്റില്ല അല്ലേ? കൂട്ടിയിടിക്കുന്നതിന് സമയം നമുക്ക് കൂട്ടേണ്ടി വരും അല്ലേ? സമയം കൂട്ടുമ്പോൾ സംഭവിക്കും. ഇപ്പം നമ്മൾ 2 ഗ്ലാസ്സുകൾ ഇപ്പം എങ്ങനെ ഇരിക്കുകയെന്ന് നോക്കാം. 2 ഗ്ലാസ്സുകൾ വടിയൊക്കെ വെറുതെ ഇരിക്കുകയാണ്, നിങ്ങൾ വന്നിട്ടാണ് പ്രയോഗിക്കാൻ മനസ്സിലായി അല്ലേ? അതിപ്പോൾ 2 ഗ്ലാസ് അടുത്തിരിക്കുകയാണ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഇത് നിന്നിട്ട് സംഭവിച്ചു, പെട്ടെന്ന് തന്നെ എങ്ങനെ കണ്ടോ? പെട്ടെന്ന് തന്നെ തട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലേ? പെട്ടെന്ന് തന്നെ ഇത് എന്ത് ചെയ്തു? തട്ടി പൊട്ടും, ഗ്ലാസ് അതുകൊണ്ട് പൊട്ടും. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു സ്പോഞ്ച് കഷ്ണം ഞാൻ വയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സ്പോഞ്ച് കഷ്ണം വെച്ചു. ഓക്കെ, ഒരു സ്പോഞ്ച് കഷ്ണം വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ബ്രേക്ക് ഓടിച്ചാൽ ഇവരെന്ത് തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സമയം കൂടുതലെടുക്കും അല്ലേ? നമ്മൾ ഒന്നും ഇല്ലാത്തപ്പോൾ എന്ത് സംഭവിക്കും? ബ്രേക്ക് ഓടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൂട്ടിമുട്ടും. പെട്ടെന്ന് കൂട്ടിമുട്ടി 2 പൊട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പോഞ്ചോ ഈ വൈക്കോൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ സമയം ഒന്ന് കൂട്ടിയിടിച്ചാലും കണ്ടോ എന്താ സമയം കൂടുതൽ എടുക്കുന്നുണ്ട് അല്ലേ? നേരത്തെ എന്ത് സംഭവിക്കും? ടപ്പേന്ന് കൂട്ടി അല്ലേ? നമ്മളിവിടെ സ്പോഞ്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ കൂട്ടിയിടിക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം കൂടും. അതേപോലെ കൂട്ടിയിടിക്കുമ്പോൾ കണ്ടോ ആ ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിയാലും ഒന്നും പറ്റില്ല, കാരണം ഫോഴ്സ് കുറഞ്ഞ് പയ്യെ ഒന്ന് തട്ടണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വയ്ക്കുന്നത് കേട്ടോ. അതിൻ്റെ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കൂട്ടിയിരിക്കുന്ന സമയം കുറയ്ക്കാൻ വേണ്ടി. കൂട്ടിയിരിക്കുന്ന സമയം കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? സമയം കുറയ്ക്കാനല്ല, സമയം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താണ്? ഫൈനൽ വെലോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിയിരിക്കുന്ന സമയം എന്താ? ഇപ്പോൾ വെറുതെ വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഇടയിലൊന്നും വെച്ച് ടപ്പ ചെയ്ത് കൂട്ടിമുട്ടും അല്ലേ? ഈ ഫൈനൽ വെലോസിറ്റി വേഗം അറ്റൈൻ ചെയ്യും. ഇത് ഇടയിൽ സ്പോഞ്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഫൈനൽ വെലോസിറ്റി പെട്ടെന്ന് അറ്റൈൻ ചെയ്യില്ല. ഓക്കെ, ആ സമയം നമ്മൾ കൂട്ടാണ് ചെയ്യുന്നത്. കൂട്ടിയിടിക്കാൻ സമയം കൂട്ടി കഴിഞ്ഞാൽ ഫോഴ്സ് അവിടെ കുറയും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. Karate experts move their hands with great speed on chop strong bricks എന്നാണ് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു എന്താ കരാട്ടെ ആൾക്കാർ വലിയ ശക്തിയോട് കൈ ആഞ്ഞ് വീശിയിട്ട് ഒറ്റയടിയിരിക്കും അല്ലേ? വെറുതെ ഇടിക്കാൻ ചെയ്യുക അല്ല, കൈ നല്ലോണം ആഞ്ഞിട്ട് ഒറ്റയടിയിരിക്കും അല്ലേ? ബ്രേക്ക് ഇഷ്ടിയൊക്കെ ഒടിഞ്ഞു പോകും അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതെന്ന് പറയുന്ന ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആ ഷോർട്ട് ടൈമിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. അപ്പോൾ എന്താ നമ്മൾ പഠിച്ചത്? ഇമ്പൾസ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. ഓക്കെ, നമ്മൾ ഇമ്പൾസ് ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പഠിച്ചു. ടൈം ഫോഴ്സ് നമ്മൾ സെക്കൻഡ് ലോ അനുസരിച്ച് എന്ന് പറഞ്ഞു m/v - u/t എന്ന് പറഞ്ഞു. ടി ക്യാൻസൽ ചെയ്ത് പോയി m/v - u എന്ന് കിട്ടും. mv - m. അപ്പോൾ ഇമ്പൾസും ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈക്വൽ ആണ്. അതുകൊണ്ട് നമ്മൾ ഇമ്പൾസ് മൊമെൻറ്റം പ്രിൻസിപ്പൾ കണ്ടു അല്ലേ? ഇനി ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒരു കോൺസ്റ്റന്റ്, ഒരു നിശ്ചിത കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം എല്ലാവർക്കും സെയിം ആയിട്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഈ ഫോഴ്സും ടൈമും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. ഓക്കെ, എന്താണ് റിലേഷൻ? സമയം കൂടുന്തോറും ഫോഴ്സ് കുറയും. ഓക്കെ, സമയം കൂടുന്തോറും ഫോഴ്സ് കുറയും, അല്ലെങ്കിൽ ഫോഴ്സും ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയും. നമ്മളിതിൻ്റെ ഇടയിൽ സ്പോഞ്ച് വെച്ചപ്പോൾ നിങ്ങൾ കണ്ടു അല്ലേ? കൂട്ടിമുട്ടിയാൽ ഈ രണ്ടുപേരും കൂട്ടിമുട്ടാൻ നമ്മൾ സമയം കൂടാണ്. ഒന്ന് വെച്ചില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിനെ കൂട്ടിമുട്ടി അല്ലേ? നമ്മളിതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ
ഇവർ തമ്മിൽ കൂട്ടിമുട്ടാനുള്ള സമയം കൂടും. കൂട്ടിമുട്ടാനുള്ള സമയം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇവർ തമ്മിലുള്ള ഫോഴ്സ് കുറയും. ഓക്കെ, അപ്പോൾ അതാണ് സമയം കൂടുമ്പോൾ ഫോഴ്സ് കുറയും. ഇപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അതാണ് ഇമ്പൾസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നമ്മൾ ന്യൂട്ടൺസിന്റെ തേർഡ് ലോ ഓഫ് മോഷനിലേക്ക് പോവാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചു, സെക്കൻഡ് ലോ പഠിച്ചു. ഇനി എന്താ പഠിക്കാനുള്ളത്? ന്യൂട്ടൺസിന്റെ തേർഡ് ലോ. ഓക്കെ, ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ റോക്കറ്റ് ഒക്കെ ലോഞ്ച് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അല്ലേ? റോക്കറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ലോഞ്ചിങ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. അപ്പോൾ റോക്കറ്റ് എന്തിനാണ്? സാറ്റലൈറ്റുകൾ വഹിച്ചുകൊണ്ട് പോകുന്നതാണ് റോക്കറ്റ് അല്ലേ? ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റിനെ വഹിച്ചുകൊണ്ട് പോകുന്ന വെഹിക്കിളാണ് റോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബഹിരാകാശത്ത് കഴിയുമ്പോൾ സാറ്റലൈറ്റിനെ വിട്ടിട്ട് റോക്കറ്റ് തിരിച്ച് എവിടെ കടലിൽ അവിടെ നിന്ന് വീഴാണ് പതിവ്. അപ്പോൾ ഈ റോക്കറ്റ് പോകാനായിട്ടുള്ള ഫോഴ്സ് എന്താണെന്ന് എപ്പോഴും ആലോചിക്കുന്നത്. റോക്കറ്റ് പോകുമ്പോൾ കുറേ പുക പോലെ ഇങ്ങനെ റോക്കറ്റ് പോയ വഴി നിങ്ങൾക്ക് ആകാശത്ത് കാണാൻ പറ്റും. വെള്ള കളറിങ്ങനെ ഒരു എന്താ ആ റോക്കറ്റ് പോയ വഴിയെ തന്നെ കുറേ നേരത്തേക്ക് ഒരു പാത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ശ്രദ്ധിച്ചു കാണാൻ പറ്റും. ആ റോക്കറ്റ് പോണ പാത്ത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. എന്താ ഒരു വെള്ള വര പോലെ ഇങ്ങനെ ആകാശത്ത് തെളിഞ്ഞ് കിടക്കും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റോക്കറ്റ് പോകണമെന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്നത് റോക്കറ്റിൻ്റെ ചലനമൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ന്യൂട്ടന്റെ തേർഡ് ലോ ആണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. അത് നമ്മൾ എക്സ്പെരിമെന്റ് വെച്ചാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയ ബലൂൺ റോക്കറ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങളൊരു സ്ട്രിങ് എടുക്കുക. ഒരു സ്ട്രിങ് എടുത്തിട്ട് എന്ത് ചെയ്യാം? അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്ട്രോ കിടക്കാം. ഓക്കെ, ഒരു കമ്പി എടുക്കുക, അതിനുള്ളിലേക്ക് ഒരു സ്ട്രോ കിടക്കുക. സ്ട്രോ കിടത്തിയിട്ട് ആ കമ്പിയുടെ രണ്ട് വിൻഡോസിൽ ക്ലാസ്സിൻ്റെ രണ്ട് വിൻഡോസിൽ കെട്ടി വെക്കാനാണ് പറഞ്ഞത്. വെച്ചാൽ ഫിക്സഡ് ആക്കി വെക്കുക. ഓക്കെ, രണ്ട് കമ്പി നല്ലോണം ഫിക്സഡ് ആക്കി വെക്കാം. അതിൻ്റെ ഉള്ളിൽ സ്ട്രോ കടത്തിയിട്ടുണ്ടല്ലോ, ആ കടത്തി വിട്ട സ്ട്രോ മേക്കിനുള്ളിൽ ബലൂൺ അറ്റാച്ച് ചെയ്യും. സെലോ ടേപ്പ് അല്ലെങ്കിൽ 2 സെൻ ടേപ്പ് വെച്ചിട്ട് നിങ്ങൾ ബലൂൺ ഒട്ടിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീർപ്പിച്ച ബലൂണാണ് ഒട്ടിച്ച് വെക്കുന്നത് കേട്ടോ. വീർപ്പിച്ച ബലൂൺ ഒട്ടിച്ച് വെക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാൻ പറയുന്നത്? ഈ ബലൂണിൻ്റെ കാറ്റ് അയച്ചു വിടണം. ഓക്കെ, ഇപ്പോൾ വീർപ്പിച്ച് ബലൂൺ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട്. രണ്ട് കമ്പിയുമേ ഒരു കമ്പി രണ്ട് ജനലുമേ അല്ലെങ്കിൽ രണ്ട് ഫിക്സഡ് ആയിട്ടുള്ള സാധനം നമ്മൾ വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിനകത്തേക്ക് സ്ട്രോ പോകുന്നുണ്ട്. സ്ട്രോ ഒരു വീർപ്പിച്ച ബലൂൺ നമ്മൾ വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഞങ്ങളോട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീർപ്പിച്ച ബലൂണിൻ്റെ കാറ്റ് അയച്ചു വിടുക. കാറ്റ് അയച്ചിട്ട് എന്ത് സംഭവിക്കും? കാറ്റ് അയച്ചു വിടുന്ന ഈ അടിയിലേക്ക് എന്ത് പോകും? കാറ്റ് അടിയിലേക്ക് പോകും. അതേപോലെ തന്നെ ഈ ബലൂൺ എന്ത് ചെയ്യും? ബലൂൺ മുകളിലേക്ക് കയറി പോകും. ഓക്കെ, ആ ഒരു സ്ട്രോ റോക്കറ്റായിട്ട് കൺസിഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ റോക്കറ്റ് മുകളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. കാരണം എന്താ? എയർ താഴത്തേക്ക് പോയി അല്ലേ? ബലൂണിലുള്ള എയർ താഴത്തേക്ക് വന്നു. പക്ഷെ ബലൂണിൻ്റെ ചലനം കണ്ടായിരിക്കും മുകളിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ആക്ഷനും ഒരു റിയാക്ഷനും. അതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നത്. ഓരോ ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓരോ പ്രവൃത്തിക്കും ഒരു റിയാക്ഷൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് ആക്ഷൻ, എന്താണ് റിയാക്ഷൻ നമുക്ക് നോക്കാം. ഈസ് ഇൻ ദ മോഷൻ ഓഫ് ദ ബലൂൺ ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് എയർ. എന്താണ്? ഇപ്പം നമ്മൾ എയർ ബലൂൺ ഇങ്ങനെ കെട്ടി വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് വരയ്ക്കാന്നുണ്ടെങ്കിൽ നമ്മൾ ബലൂണോടെ കെട്ടി വെച്ചേക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഫിക്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ബലൂണോടെ കെട്ടി വെച്ചേക്കാണ്. ബലൂൺ അയച്ചു വിടും. ബലൂൺ അയച്ചു വിടുമ്പോൾ എയർ എങ്ങോട്ടാ പോവാ? എയർ താഴത്തേക്കായിരിക്കും പോവാ അല്ലേ? എയർ എന്തായാലും ഈ ഹോളിൽ കൂടെ താഴത്തേക്കായിരിക്കും പോവാ. ബലൂൺ എന്ത് ചെയ്യും? അതിനനുസരിച്ച് തന്നെ മുകളിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ആക്ഷൻ നടന്നു, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ നടന്നു. അപ്പോൾ ഇപ്പോൾ എന്താണ്? ആക്ഷനും റിയാക്ഷനും ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ആക്ഷൻ റിയാക്ഷൻ ഒരു വസ്തുവിൽ തന്നെ അല്ല ആക്ട് ചെയ്യുന്നത്. ആക്ഷൻ ഒരു വസ്തുവിനെ, റിയാക്ഷൻ വേറൊരു വസ്തുവിനെയാണ് ആക്ട് ചെയ്യുന്നത്. അതും ശ്രദ്ധിക്കണം കേട്ടോ. ആക്ഷൻ റിയാക്ഷനും സെയിം വസ്തുവിൽ തന്നെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കും, അത് ക്യാൻസൽ ചെയ്ത് പോകും, ഒരു ചലനം നടക്കില്ല. അപ്പോൾ ആക്ഷനും റിയാക്ഷനും രണ്ട് ബോഡിയുമെയാണ് ആക്ട് ചെയ്യുന്നത്. അത് നമുക്ക് നോക്കാം. Is in the motion of a balloon is a direction opposite the direction of motion of air. അതെ, എയറിന്റെ മോഷൻ ഓപ്പോസിറ്റ് അല്ലേ ബലൂണിന്റെ മോഷൻ ആണ് ചോദ്യം. എയർ താഴത്തേക്കാണ് പോകുന്നത്, ബലൂൺ മുകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഓപ്പോസിറ്റ് ആണ് രണ്ടുപേരും. യെസ്. Is in this due to the force applied by a strong release of air. എന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്? ഈ ബലൂൺ മുകളിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? എയറിന്റെ സ്ട്രോങ് റിലീസ് ആണ്. ശക്തിയായിട്ടുള്ള എയർ പുറത്തേക്ക് തള്ളുന്നതുകൊണ്ടാണ് ഈ ബലൂൺ മുകളിലേക്ക് പോയത്. അതെ. If the force is taken as action, the force that pushes the balloon along the string can be taken as reaction. എന്താണ്? ഈ ബലൂണിന്റെ എന്താണ്? ഈ സ്ട്രോങ് റിലീസ്, ഇതാണ് ഫോഴ്സ് ആക്ഷൻ എങ്കിൽ. ഓക്കെ, ഈ ബലൂണിൽ നിന്നുള്ള എയർ പോക്കലാണ് ആക്ഷൻ എങ്കിൽ. ഓക്കെ, a strong release of air from balloon is the action. ഈ ബലൂണിൽ നിന്ന് പുറന്തള്ളുന്ന വായു നമ്മൾ ആക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ആ ഫോഴ്സ് നമ്മൾ ആക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ് റിയാക്ഷൻ? ഈ സ്ട്രോ അടങ്ങുന്ന എന്താണ് ഈ സ്ട്രോ അടങ്ങുന്ന ബലൂൺ മുകളിലേക്ക് പോകുന്നതാണ് എന്ത്? റിയാക്ഷൻ. ഓക്കെ, അപ്പൊ ഇതൊരു ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് എപ്പോഴും ആക്ഷനും റിയാക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, അതും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആക്ഷൻ റിയാക്ഷനും ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. ആക്ഷൻ റിയാക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ആക്ഷൻ ഏത് ഡയറക്ഷനിലേക്ക് ഏത് ദിശയിലേക്കാണ് നടക്കുന്നത് അതിന്റെ എതിർ ദിശയിലേക്കായിരിക്കും റിയാക്ഷൻ നടക്കുന്നത് കേട്ടോ. അപ്പൊ ആക്ഷനും റിയാക്ഷനും ഈ ഡിഫറെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ആക്ഷൻ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ അങ്ങോട്ട്, ആക്ഷൻ താഴേക്കാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ മുകളിലോട്ട്. ആക്ഷൻ എവിടേക്കാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും എപ്പോഴും റിയാക്ഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആയിരിക്കും ചെയ്യും. അതുപോലെ തന്നെ ആക്ഷനും റിയാക്ഷനും ഒരേ ബോഡിയിൽ തന്നെ അല്ല ആക്ട് ചെയ്യുന്നത്. ആക്ഷൻ ആക്ട് ചെയ്യുന്ന ബോഡി, റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന ബോഡി രണ്ടും വെവ്വേറെയാണ്. ഇവിടെ ആക്ഷൻ ഈ ബലൂണിനെയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ഈ സ്ട്രോമയാണ്. അതുകൊണ്ടാണ് ഈ സ്ട്രോ ഈ ബലൂൺ അടങ്ങി ഈ സ്ട്രോ മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, ആക്ഷൻ റിയാക്ഷൻ ഒരേ ബോഡിയിൽ തന്നെയാണ് ക്യാൻസൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആക്ഷൻ റിയാക്ഷൻ രണ്ട് ബോഡിയുമാണ് ആക്ഷൻ. ഇത് കൂടുതൽ എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നോക്കാം, ലെറ്റ്സ് ഡു അനദർ എക്സ്പെരിമെന്റ്. എന്ത് ചെയ്യുക? ഒരു ബോയിലിംഗ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കോർക്ക് വെച്ച് അടയ്ക്കുക. ഒരു പച്ചവെള്ളം നിറച്ചു, കോർക്ക് വെച്ച് അടച്ചു. നമ്മൾ അതിൻ്റെ അടിയിൽ ചോട്ടിൽ തീ കത്തിക്കാൻ തുടങ്ങി. ഓക്കെ, നമ്മളൊരു ലൈറ്റിൽ ലാമ്പ് തീ കത്തിച്ചു. അപ്പോൾ കത്തിക്കുമ്പോൾ സംഭവിക്കും? ബോയിലിംഗ് ട്യൂബ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ചൂട് കയറി വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. വെള്ളം തിളച്ച് കളിച്ച് എന്ത് സംഭവിക്കുക? ഈ കോർക്ക് തള്ളിപ്പോകും. ഓക്കെ, എന്തുകൊണ്ട്? ആ സ്റ്റീം നല്ല നീരാവി വരും അല്ലെ, നീരാവി വരുമ്പോൾ എന്ത് സംഭവിക്കുക? ആ നമ്മൾ അടച്ചു വെച്ചാൽ കോർക്ക് ആ നീരാവിയുടെ ശക്തിയും കൊണ്ട് തള്ളിപ്പോകും. അപ്പൊ ഈ കോർക്ക് തള്ളിപ്പോകുന്നതോടൊപ്പം തന്നെ ഈ ബോയിലിംഗ് ബോർഡിന് എന്ത് സംഭവിക്കും? ഈ ബോയിലിംഗ് ബോർഡിൽ ബാക്കോട്ട് നീങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ആക്ഷൻ? ഈ ഫോഴ്സ്, ഈ കോർക്ക് തള്ളിപ്പോകാനുള്ള ഫോഴ്സ് ആണ് ആക്ഷൻ. ഈ ബോയിലിംഗ് പോയിന്റിന്റെ ബാക്കോട്ടുള്ള മൂവ്മെന്റ് ആണ് റിയാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഓരോ ആക്ഷനും ഓരോ റിയാക്ഷൻ ഉണ്ടാകുന്നതാണ് പറയുന്നത്. ചിലപ്പോൾ ചലനായിരിക്കാം. ഓക്കെ, അപ്പോൾ കോർക്ക് മുമ്പിലേക്ക് തള്ളിപ്പോണം, ബോയിലിംഗ് ട്യൂബ് ബാക്കിലേക്ക് നീങ്ങും. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ആക്ഷനും റിയാക്ഷനും ഇവിടെ നടക്കുന്നു. ഓക്കെ, ബോയിലിംഗ് ട്യൂബ് നമ്മൾ കോർക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ സംഭവിക്കും? നല്ല നീരാവി വരും, നല്ല സ്ട്രോങ് സ്റ്റീം വരും അല്ലേ. ഈ നീരാവിയുടെ ശക്തി വെള്ളം അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, അടിയിൽ കൊത്തിക്കൊടുക്കൊണ്ടേ ഇരിക്കുകയാണ്. വെള്ളം തിളച്ച് തിളച്ച് നല്ല സ്ട്രോങ് ആയിട്ട് വരുമ്പോൾ ഈ കോർക്കിന് സംഭവിക്കും? കള്ളി പോകും, പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ ഈ ഇപ്പം നമ്മൾ കെട്ടി വെച്ചാണ് ഈ ബോയിലിംഗ് ട്യൂബ് ഇതിന്റെ ബാക്കോട്ട് ചെലുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ കോർക്ക് തള്ളി പോകാനുള്ള ഫോഴ്സ് ആണ് എന്നുവെച്ചാൽ ഫോഴ്സ് ബൈ സ്റ്റീം. ഈ നീരാവി കൊടുത്ത ഫോഴ്സിനെയാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ബോയിലിംഗ് ട്യൂബിന്റെ ബാക്കോട്ടുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ ബാക്കോട്ട് പോകുന്നതിനെ നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോർക്ക് അങ്ങോട്ട് തള്ളി പോകുന്നു, ബോയിലിംഗ് ട്യൂബ് ബാക്കോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ ആക്ഷനും റിയാക്ഷനും സംഭവിക്കും. ഇങ്ങനെ റൈറ്റ് അവരുടെ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ വെൻ യു വാക്ക് ഓൺ എ ഫ്ലോർ. നമ്മൾ ഫ്ലോറിൽ നടക്കുന്ന ആക്ഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ ഫ്ലോറിൽ കൊടുക്കുന്ന ബലാണ് നമ്മൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ അവർ ഫുട്ട്. നമ്മുടെ കാലുമേൽ നമ്മൾ കൊടുക്കുന്ന തറയ്ക്ക് കൊടുക്കുന്ന ബലാണ് എന്തെന്ന് പറയുന്നത്? ആക്ഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു ബലം വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ തറയ്ക്ക് കൊടുക്കുന്ന ബലം, നമ്മുടെ കാല് തറയ്ക്ക് കൊടുക്കുന്ന ബലത്തിനെയാണ് നമ്മൾ ആക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ് നടക്കണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത്? നമുക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വേണം അല്ലേ. ഭൂമി ഓപ്പോസിറ്റ് ആയിട്ട് ഫോഴ്സ് തന്നാൽ നമുക്ക് നടക്കാൻ പറ്റും. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചു. സൈക്കിളൊക്കെ പോകുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ എന്തുണ്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഭൂമി തിരിച്ച് തന്നെ ഫോഴ്സ്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതെന്താണ്? ഭൂമി താഴ്ത്തുന്നത് നമ്മുടെ കാലിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഭൂമിക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു, അതുപോലെ ഭൂമി നമ്മുടെ അതനുസരിച്ച് താഴ്ത്തുന്നത് നമുക്കൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് വരുന്നു. അപ്പോൾ അതെന്താണ്? അതും ആക്ഷൻ റിയാക്ഷൻ ആണ്. ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഭൂമിക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആക്ഷൻ, ഭൂമി തിരിച്ച് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് റിയാക്ഷൻ. ഓക്കെ, ഈ ആക്ഷനും അതേപോലെ എന്തു? അപ്പം ഈ റോക്കറ്റ് പോണ കാര്യം പറഞ്ഞു അല്ലേ. ഈ റോക്കറ്റ് എന്തുകൊണ്ടാണ് പോകുന്നത്? ഈ റോക്കറ്റിന്റെ എന്താണ്? ചേമ്പർ ഉണ്ട്. റോക്കറ്റിൽ കുറേ ഗ്യാസിന്റെ ചേമ്പർ ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസിന്റെ ശക്തി കൊണ്ടാണ് നമ്മുടെ ഗ്യാസ്. അപ്പോൾ ഗ്യാസ് എന്ത് ചെയ്യും? ഈ റോക്കറ്റിന്റെ ചേമ്പറിൽ നിന്ന് ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഗ്യാസ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് റോക്കറ്റ് ഇങ്ങനെ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ ഗ്യാസിന്റെ ഭാഗത്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ആകാശത്ത് കാണാൻ പറ്റും. ശരിക്കും കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ആകാശത്തിന് നീളത്തിലൊരു വരകൾ കാണാൻ പറ്റും. അത് എന്തിന്റെ ഭാഗത്താണ്? റോക്കറ്റ് പോയ വഴിയാണ്. ഓക്കെ, റോക്കറ്റ് പോയ വഴി അതിന്റെ ഗ്യാസ് പുറന്തള്ളിയ വഴിയാണ് കാണാൻ പറ്റുന്നത്. ഗ്യാസ് ഈ ചേമ്പറിൽ ശക്തിയായിട്ട് പുറത്തേക്ക് പോകുന്നു. അതേ സ്പീഡിൽ റോക്കറ്റ് എന്താണ്? ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. അതാണ് റോക്കറ്റിന്റെ ചലനത്തിന്റെ പ്രിൻസിപ്പിൾ. മഴ പെയ്യുന്നുണ്ട്. ഞാൻ
പറയാൻ പറ്റും. ഇനി ആക്ഷനും ഈ ആക്ഷനും റിയാക്ഷൻ സംഭവിക്കുന്നു പറഞ്ഞു. ഈ ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആയിട്ടാണ് സംഭവിക്കുന്നത്. ഒരേ അളവിൽ തന്നെയാണ് ആക്ഷൻ റിയാക്ഷൻ സംഭവിക്കുന്നത്. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കുക. രണ്ട് വെയിറ്റ്സ് ഓക്കെ, സ്പ്രിംഗ് ബാലൻസ് എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അതുപോലെ തന്നെ ബാൻഡ് ബാലൻസുകൾ എടുക്കുക. ഓക്കെ, 2 digital weighing balances are connected as shown in the figure. Okay, digital weighing balance ആണ് എടുത്തത്. സ്പ്രിംഗ് ബാലൻസ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ രണ്ട് ബാലൻസുകൾ നമ്മൾ കണക്ട് ചെയ്തു. ഒരു എ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള മെക്കാണ് നമ്മൾ കണക്ട് ചെയ്തത്. ചെറിയ അറിയാൻ പറ്റിയ ചുമരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള സാധനത്തിലേക്ക് നമ്മൾ ആ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ വെയ് ബാലൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ തുമ്പത്ത് നമ്മൾ എ എന്ന് പറഞ്ഞ് വേറൊരു വെയ് ബാലൻസ് കൊണ്ട് വെച്ചു. ഓക്കെ, രണ്ട് അടുപ്പിച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ചുമരാണ് ഇത് ചുമരാണ്. ഇവിടേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബി എന്ന് പറഞ്ഞ വെയ് ബാലൻസ് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ബി ആണ് ഇതിന്റെ വെയ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ കാണിച്ചിട്ടാണ് റീഡിങ്സ് ഒക്കെ വരകളെ പോലെ കാണിച്ചിട്ടുണ്ട്. റീഡിങ്സ് എന്ന് പറയുന്നത് ഓക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്തേക്ക് എന്ത് ചെയ്തു, ഇതിൻ്റെ അറ്റത്തേക്ക് വേറൊരു സ്പ്രിംഗ് ബാലൻസ് സെയിം പോലെ തന്നെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു വെച്ചു. ഓക്കെ, ഞാൻ നോക്കിയാൽ ഇത് ബി ആണ്. ഈ ബി ഫിക്സഡ് ആണ് കേട്ടോ. ഈ എയുടെ ഒരറ്റം ഈ ബിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ആ വളരെ നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ഈ എയിൽ ഒരു 15 ന്യൂട്ടൺ വെയിറ്റ് കൊടുത്തു. നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ 15 ന്യൂട്ടൺ എനിക്ക് ഒരു കനം കൊടുത്തു. 15 ന്യൂട്ടൺ വെയിറ്റ് നമ്മൾ എയിൽ കൊടുത്തു. അപ്പോൾ നിങ്ങൾ ബിയിലെ റീഡിങ് നോക്കുക. അപ്പോൾ ബിയിൽ എന്ത് തന്നെ കാണാൻ പറ്റുന്നത്, ബിയിൽ നിങ്ങൾക്ക് 15 ന്യൂട്ടൺ തന്നെ കാണാൻ പറ്റും. എയിൽ ഒരു 100 ന്യൂട്ടൺ വെയിറ്റ് കൊടുത്താൽ ബിയിൽ നിങ്ങൾക്ക് എന്ത് തന്നെ കാണാൻ പറ്റും, ഒരു 100 ന്യൂട്ടൺ തന്നെ കാണാൻ പറ്റും. അപ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എയിലാണ് വ്യത്യാസം വരുത്തുന്നതെന്നുണ്ടെങ്കിലും അതിൻ്റെ എവിടെയും കൂടി അനുഭവപ്പെടുന്നുണ്ട്, അത് ബിയിലും കൂടി അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എയിലും അനുഭവപ്പെടും. നമുക്ക് കൊടുത്ത സെയിം വെയിറ്റ് തന്നെയാണ്, സെയിം ഫോഴ്സ് തന്നെയാണ് എവിടെ അനുഭവപ്പെടുന്നത്, ബിയിലും അനുഭവപ്പെടുന്നത്. അത് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈ നമ്മൾ കൊടുക്കുന്ന ആക്ഷനും റിയാക്ഷനും എന്താണ് സെയിം ആണ്. ഇവിടെ ആക്ഷൻ എന്താണ്, നമ്മൾ എയിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ് നമ്മൾ ആക്ഷൻ ആയിട്ട് പറയുന്നത്. ബിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ഷൻ 15 ന്യൂട്ടൺ ആണ്, റിയാക്ഷന് 15 ന്യൂട്ടൺ ആണ്. അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്, ആക്ഷനും റിയാക്ഷനും സെയിം ആണെന്ന് മനസ്സിലാക്കി, ഈക്വൽ ആണ്. ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കണം കേട്ടോ. വാട്ട് ഈസ് ദ റീഡിംഗ് ഓൺ ബാലൻസ് ബി? 15 ന്യൂട്ടൺ ആണെന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 15 ന്യൂട്ടൺ നമ്മൾ എയിൽ കൊടുത്തു കഴിഞ്ഞാൽ ബിയിൽ 15 ന്യൂട്ടൺ തന്നെ കിട്ടും. ഇഫ് ദ ഫോഴ്സ് അപ്ലൈഡ് ഈസ് ആക്ഷൻ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് റിയാക്ഷൻ? എന്താണ് റിയാക്ഷൻ? ദ ഫോഴ്സ് ആക്ടിങ് ഓൺ സ്പ്രിംഗ് ബാലൻസ് ഡിജിറ്റൽ ബാലൻസ് ബി ഈസ് റിയാക്ഷൻ. നമ്മൾ ഏത് കൊടുക്കുന്ന ഫോഴ്സ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ബിയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് നമ്മൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബിയിൽ നമ്മൾ കാണുന്ന റീഡിങ്, ദ റീഡിങ് ഓൺ ബി ഈസ് റിയാക്ഷൻ അല്ലേ. ആ ബിയിൽ കാണുന്ന റീഡിങ്ങിനെയാണ് നമ്മൾ റിയാക്ഷൻ ആയിട്ട് എടുക്കുക. ഇനി ഫോഴ്സ് 15 ന്യൂട്ടൺ ആണ് നമ്മൾ കൊടുത്തത്, റീഡിങ് എന്താ കിട്ടിയത് 15 ന്യൂട്ടൺ തന്നെ. അപ്പോൾ ആക്ഷനും റിയാക്ഷനും സെയിം ആണെന്ന് നമുക്ക് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലായി. ഓക്കെ, തേർഡ് ലോ പറയാണ്, ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എല്ലാ ആക്ഷനും ഒരു എന്തുണ്ടാവും, ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഞാൻ പറഞ്ഞ ആക്ഷൻ റിയാക്ഷൻ എങ്ങനെയായിരിക്കണം, ആക്ഷനും റിയാക്ഷനും ഓപ്പോസിറ്റ് ആയിരിക്കണം. ആക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ആക്ഷൻ റിയാക്ഷൻ സെയിം ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് തേർഡ് ലോ പറയുന്നത്, ടു എവറി ആക്ഷൻ, എല്ലാ ആക്ഷനും എന്തുണ്ട്, ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. രണ്ടുപേരുടെ ഈക്വൽ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്വൽ എന്നുള്ള വേർഡും ഓപ്പോസിറ്റ് എന്നുള്ള വേർഡ് അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ലോ തെറ്റായി പോകും കേട്ടോ. ഫോർ എവറി ആക്ഷൻ, ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ദിസ് ഈസ് കോൾഡ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ, ന്യൂട്ടന്റെ തേർഡ് ലോ എന്ന് പറയുന്നത് ഇതാണ്, എല്ലാ ആക്ഷനും ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും ന്യൂട്ടന്റെ തേർഡ് ലോ പഠിക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.